സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2023 മാർച്ച് 29 ബുധനാഴ്ച. ഇന്നൊരു എക്സ്പയറി ദിവസമായിരുന്നു. നാളെ മാർക്കറ്റ് അവധിയാണ്. 30-ാം തീയതി രാംനവമി പ്രമാണിച്ച് നാളെ സ്റ്റോക്ക് മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് ഇന്നായിരുന്നു നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 16,951 നിന്നും 26 പോയിന്റ് ഗ്യാപ്പോട് കൂടി 16,977 ഇന്ന് ആരംഭിച്ചത്. 17,126 ഡേ ഹൈയും 16,940 ഡേ ലോയും വന്നതുവഴി 185 പോയിന്റിന് അഥവാ 1.09% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 16,977 നിന്ന് 103 പോയിന്റ് ലാഭത്തോടുകൂടി 17,080 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 39,567 നിന്ന് 44 പോയിന്റ് ഗ്യാപ്പോട് കൂടി 39,611 ഇന്ന് മാർക്കറ്റ് ആരംഭിച്ചിരിക്കുന്നത്. 40,55 ഡേ ഹൈയും 39,690 ഡേ ലോയും വന്നതുവഴി 445 പോയിന്റ് അഥവാ 1.12% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 39,611 നിന്നും 298 പോയിന്റ് ലാഭത്തോടു കൂടി 39,910 മാർക്കറ്റ് അവസാനിച്ചത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,664 നിന്നും 39 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,702 ആരംഭിച്ചത്. 17,856 ഡേ ഹൈയും 17,693 ഡേ ലോയും വന്നതുവഴി 162 പോയിന്റിന് അഥവാ 0.92% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. 17,702 ഇന്ന് ആരംഭിച്ച 17,702 നിന്നും 90 പോയിന്റ് ലാഭത്തോടു കൂടി 17,793 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആയത് 15.1, ഇന്നത്തെ ഡേ ഹൈ 15.1 തന്നെയാണ്. ഡേ ലോ വന്നിരിക്കുന്നത് 13.32 ഇന്ന് 9.74% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 13.63 മാർക്കറ്റ് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും വൊളാറ്റിലിറ്റി 15 താഴെ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പറയുന്നതിന് മുൻപേ അല്ലെങ്കിൽ മാർക്കറ്റ് അവലോകനം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ഹിസ്റ്ററിക്കൽ ട്രെൻഡ് ലൈൻ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഡേറ്റൊക്കെ ഞാൻ ഈ ട്രെൻഡ് ലൈൻ വരക്കുന്നതിൻ്റെ റെഫറൻസ് ഡേറ്റുകൾ ഞാൻ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു എന്താ പറയുക താഴോട്ട് ഇറങ്ങിയാണ് വരുന്നതെങ്കിൽ കൂടി ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇന്ന് നല്ല രീതിയിൽ ഒരു റിക്കവറി ചെയ്ത് മുകളിലോട്ട് പൊങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് പൂർണ്ണമായി റിക്കവർ ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ഈ റെഡ് ലൈൻ കാണുന്നുണ്ടാവും. ഇതും മറ്റൊരു ട്രെൻഡ് ലൈനാണ് ഫോളോ ചെയ്ത് വരുന്നത്. അതായത് 2022 ഡിസംബർ 1, അതേപോലെ ജനുവരി 23, പിന്നെ ഫെബ്രുവരി 16, അതേപോലെ ഈ അടുത്ത ഡേറ്റ് മാർച്ച് 2023 മാർച്ച് 9. ഈ 4 ടച്ചിങ് പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ഒരു അപ്പർ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രയാങ്കുലർ പാറ്റേൺ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് കിട്ടുന്നുണ്ട്. സോ വൺസ് ഈ മാർക്കറ്റ് റിക്കവറി ആയി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന 17,761 ഒരു ടച്ചിങ് പോയിന്റ്. അതിൻ്റെ മുകളിൽ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് മുകളിലോട്ട് കയറുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഈ റെഡ് ലൈൻ്റെ മുകളിൽ നമുക്കൊരു ക്ലോസിങ് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് മാർക്കറ്റ് റിക്കവർ ആകുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫർദർ ഇന്നത്തെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കുകളിൽ ഓൾമോസ്റ്റ് ഒരുപാട് സ്റ്റോക്കുകൾ അപ്പായിട്ടുണ്ട്. വേദാന്ത, ടാറ്റാ മോട്ടോഴ്സ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, PFC, ONGC, JSW സ്റ്റീൽ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ഹീറോ മോട്ടോ കോർപ്പറേഷൻ, HCL ടെക്, ഫെഡറൽ ബാങ്ക്, ഐഷർ മോട്ടോഴ്സ്, ചോല ഫിനാൻസ്, ബാങ്ക് ഓഫ് ബറോഡ, ബജാജ് ഫിനാൻസ്, AU ബാങ്ക്, അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസ്, ഇതെല്ലാം തന്നെ 2% കൂടുതൽ പ്രോഫിറ്റ് കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളാണ്. എന്തായാലും ഇന്ന് ഒന്നും തന്നെ റെഡിൽ കാണിച്ചിട്ടില്ല എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് 9,097 കോടിയുടെ ബൈങ്ങും 7,852 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയിരിക്കുന്നത്. അതുവഴി 1,245 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 10,196 കോടിയുടെ ബൈങ്ങും 9,373 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 823 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് രണ്ടും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,068 കോടിയുടെ നെറ്റ് ബൈങ് അഥവാ 2,068 കോടി രൂപ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ 3 മണി സെഷനിൽ ഒരു അടിപൊളി 0-0 കോള് ഉണ്ടായിരുന്നു. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൊടുത്തതൊന്നല്ല, നമ്മളെ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും റാസ് ലെവൽസിനെ ബേസ് ചെയ്തിട്ട് എടുത്തൊരു കോളായിരുന്നു. ഇതിൻ്റെ പുറകെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 10,129 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. 10.12% പ്രോഫിറ്റാണ്, ഇൻട്രാഡേ പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇന്നലെയൊക്കെ ഞങ്ങൾ 5,000 രൂപയോളം ലോസിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കവർ ചെയ്തുകൊണ്ട് 10,129 രൂപയുടെ പ്രോഫിറ്റാണ് ഇന്ന് ബുക്ക് ചെയ്തത്. 5,13,662 ആണ് ഇതുവരെയുള്ള ഞങ്ങളുടെ സ്കോർ. എന്തായാലും ഇനി ഒരു ദിവസമാണുള്ളത്. നാളെ 30-ാം തീയതി മാർക്കറ്റ് അവധിയാണ്. മറ്റന്നാൾ 31-ാം തീയതി വെള്ളിയാഴ്ച. അതോടുകൂടി ഈ മാസം അവസാനിക്കുകയാണ്. അപ്പോൾ നോക്കാം എത്ര % ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഇനി ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ, ലെവൽസ് നോക്കുന്നതിന് മുമ്പ് ലെവൽസ് നിങ്ങൾക്ക് കണ്ടറിയാം. ബ്രേക്ക് ഡൗൺ ലെവലിൽ സ്റ്റാർട്ടായി മാർക്കറ്റ് ഒന്ന് പച്ച പിടിച്ച് മുകളിലോട്ട് കയറിയതായിരുന്നു. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് യെസ്റ്റർഡേ ഹൈയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. അതായത് ഒരു വൊളാറ്റൈൽ മാർക്കറ്റ്, ട്രേഡ് കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതോടുകൂടി മാർക്കറ്റിൽ ചെറിയ രീതിയിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് വന്നു. പക്ഷേ അത് വീണ്ടും നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു സൂപ്പർ ട്രേഡ് വന്നിരിക്കുന്നത്. ഏകദേശം 2:20-2:35 മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ്, അതായത് റാസ് ലെവൽസിൽ ഒരു ടച്ച് ചെയ്തിട്ട് അതൊരു റീടെസ്റ്റിങ് തന്നു. റീടെസ്റ്റിങ്ങിൽ അടുത്തത് ബ്രേക്ക് ഔട്ടാണ്. സോ 99% റാസ് ലെവൽസ് ഉപയോഗിക്കുന്ന 99, ഇന്ന് ഏകദേശം 17ഓളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റാസ് ലെവൽസ് അത്രയും പവർഫുള്ളായിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. ഒട്ടുമിക്ക ആൾക്കാരും നല്ല പോലെ ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആരും തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്തതല്ല, അവർ സ്വന്തം അനലൈസ് ചെയ്ത്, അതായത് റാസ് ലെവൽസ് വരച്ചിട്ടിട്ട് അവർ വാച്ച് ചെയ്തിട്ട് എടുക്കുന്നതാണ്. നോർമലി ബ്രേക്ക് ഔട്ട് ലെവലിൽ മാർക്കറ്റ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കോൾ സൈഡിലേക്കുള്ള എൻട്രി ആണ്. സോ ഇവിടെയാണ് 2:35 എൻട്രി. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. 2:35 എൻട്രി വന്നിരിക്കുന്നത്. ഇതാ ഈ റെഡ് ക്യാൻഡിലാണ് ട്രിഗർ ചെയ്തിരിക്കുന്ന ആ ഒരു ട്രേഡ്. അതിനുശേഷം അതായത് 23 രൂപയിൽ എൻട്രി എടുത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ 23 രൂപയിൽ പൊസിഷൻ, അല്ലെങ്കിൽ 25 രൂപയിൽ പൊസിഷൻ എടുത്ത ആൾക്കാർക്ക് ഡയറക്റ്റ് അത് 90 രൂപയിലേക്ക്, അല്ലെങ്കിൽ 25 രൂപയിൽ എൻട്രി എടുത്തിട്ട് 75 രൂപയാകുമ്പോൾ സെല് ചെയ്താൽ തന്നെ 200% പ്രോഫിറ്റായി. സോ സൂപ്പർ പ്രോഫിറ്റ് ഇന്ന് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതും 25 രൂപയൊക്കെ ഉള്ളതിന് ഒരു 25 രൂപയിലെന്ന് പറഞ്ഞാൽ ഏകദേശം 1,250 രൂപയാണ് ഒരു ലോട്ടിന് വരിക. 10, 20, 30 ലോട്ട് എടുത്ത ആൾക്കാരുണ്ട്. പലരും സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പ്രോഫിറ്റ് കിട്ടിയ ദിവസം പലരും സന്തോഷത്തിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാറുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാറുണ്ട്. എത്ര അതിൽ നല്ല പ്രോഫിറ്റ്, അതായത് ക്യാപിറ്റലിൻ്റെ 50% എബോവ് ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും അതൊരു നല്ലൊരു ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഇന്നത്തെ യെസ്റ്റർഡേ ഹൈയും കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ലെവൽ 1ലേക്കാണ് മാർക്കറ്റ് കയറിപ്പോയത്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലും ഈ ഓൾമോസ്റ്റ് ഈ ട്രേഡ് കിട്ടിയിരുന്നു. പക്ഷേ അത് പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചില്ല. എല്ലാവരും യൂസ് ചെയ്തത് നിഫ്റ്റിയിലുള്ള ഈ 2:35 വന്ന ഈ ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ അത് R1ലാണ് ഇന്ന് ഈ ഒരു പ്രതിഭാസം കണ്ടത്. സോ എല്ലാവർക്കും അത്ര ധൈര്യത്തിൽ R1ൽ പോയിട്ട് ആരും അത്രയും ധൈര്യത്തിൽ ട്രേഡ് എടുക്കില്ല. ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കളി വേറെയാണ്. അതവിടെ കൺഫർമേഷനാണ്. ബ്രേക്ക് ഔട്ട് ലെവൽ താഴേന്ന് മാർക്കറ്റ് കയറി വന്നിട്ട് ഇതാ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യും, പിന്നെ റീടെസ്റ്റ് ചെയ്യും, പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത ഒറ്റ പോക്കാണ്. അത് സാധാരണ കണ്ടുവരുന്നതാണ്, ഒരു പ്രതിഭാസമാണ്. അത് ഇന്ന് കൃത്യമായി കണ്ട ഒത്തിരി പേര് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാങ്ക് നിഫ്റ്റിയും അതേ പാറ്റേണിൽ തന്നെയാണ് മൂവ്മെൻറ്റ്. മോർണിംഗിൽ റേഞ്ച് ബോണ്ടായിട്ട് ഒരുപാട് സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചു. പിന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ 2:35 ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറി അങ്ങ് പോയി. നിഫ്റ്റിയിലും സെയിം സിറ്റുവേഷൻ കണ്ടില്ലേ. 2:35 3 മണിക്കാണ് ഇതിൽ ശരിക്കൊരു പക്ക നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയത്. ഇനി നാളെ എന്താകും എന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു ആ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിൽ നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 17,117 എന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. നാളെ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോൾ ഓപ്പണിങ്ങിൽ അതിന് ചാടിക്കിടക്കാവുന്ന ഒരു പ്രശ്നമേ ഇതുള്ളൂ. എന്തായാലും ഇവിടെ ഇതൊരു കൺസോൾട്ടേഷനിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒന്ന് ഹയർ സൈഡിൽ അല്ലെങ്കിൽ ഈ ലോവർ സൈഡിൽ ഇത് രണ്ടും ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒന്നും തന്നെ ഇതിൽ മുൻകൂട്ടി പ്രവചിക്കാനോ വിലയിരുത്താനോ ഒന്നും തന്നെ സാധിക്കില്ല. ഇത് ചിലപ്പോൾ ഈ ക്യാൻഡിൽ ഇങ്ങനെ വരും, നെക്സ്റ്റ് ഡേയിൽ മറ്റൊരു ക്യാൻഡിൽ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരും, ഇത് ചിലപ്പോൾ ഇവിടെ വരും. ഇങ്ങനെ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഒരാഴ്ചയെങ്കിലും ഞാൻ ഇങ്ങനെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു റെയർ കേസ് സിനാരിയോ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ ഇവിടെ മറ്റന്നാൾ മുതൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിഗ്നൽ കിട്ടുന്ന ദിവസമാണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ ദെൻ നമുക്ക് മുകളിലോട്ട് കയറി പോകും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 17,700 മുകളിലേക്ക് ഒരു 17,800 മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് ആകുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് അതിൻ്റെ സപ്പോർട്ട് ലൈനിൽ നിന്നെല്ലാം കയറി നല്ലപോലെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അത് അപ്പാണ് എന്ന് പറയാറായിട്ടില്ല കേട്ടോ. ഇതൊക്കെ വെറുതെ നമ്മളെ കൊതിപ്പിക്കുന്നത് മാത്രമാണ്. അത് അപ്പാവണമെങ്കിൽ പ്രീവിയസ് സ്വിങ്ങിൻ്റെ മുകളിലേക്ക് കയറി വരണം എന്തായാലും. ഇവിടെ ഈ കാണിക്കുന്ന ഒരു സിഗ്നൽ ശരിക്കും ഒരു റിവേഴ്സലിൻ്റെ ആണ് എങ്കിൽ കൂടി അത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ സ്വിങ്ങിൻ്റെ മുകളിലേക്ക് 41,600 ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് അപ്പാവുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഇതൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഫർദർ ഫോളിലേക്ക് പോകും. ലോവർ ഹൈ എന്ന് പറഞ്ഞത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇതാ ഇവിടുന്ന് ഇത് ലോവർ ലോ ആണ്. ഇവിടുന്ന് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ വീണ്ടും അതേപോലെ ഒന്നുണ്ടാക്കി ഇനി ഇതുപോലെ കയറി വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ പോകാനും സാധ്യതയുണ്ട്. സോ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ നമ്മളോട് പറയുന്നത് ലോവർ താഴോട്ട് പോകുന്നതാണ്. പക്ഷേ മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴോട്ട് പോകാനല്ല, അത് മുകളിലോട്ട് തന്നെയാണ് പോകേണ്ടത്. സോ തീർച്ചയായിട്ടും മാർക്കറ്റ് തിരിച്ച് ആ ഇൻഡിക്കേറ്റേഴ്സിനെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇവിടുന്ന് പവർഫുള്ളായിട്ട് കയറി വരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ എന്ന് വെച്ച് എപ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് താഴോട്ട് മുകളിലോട്ടും പോകാം. പക്ഷേ മുകളിലോട്ട് പോകാൻ കൺഫർമേഷൻ സിഗ്നലും ക്യാൻഡിൽസും അതിൻ്റെ പാറ്റേൺസൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും മാർക്കറ്റിൽ ഉള്ള കാര്യങ്ങൾ നമുക്കിനി മറ്റന്നാൾ കാണാം. നാളെ അവധിയാണ്. അപ്പോൾ നാളെ ആരും തന്നെ എന്താ പറയുക മാർക്കറ്റ് 9 മണിയാകുമ്പം വന്നിരുന്ന് എന്താ ഇന്ന് ക്യാൻഡിലൊന്നും അനങ്ങാത്തത് എന്ന് നോക്കേണ്ടതില്ല. നാളെ അവധിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.